എത്ര തവണ മുന്നറിയിപ്പ് നൽകിയാലും അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ അതൊരിക്കലും രണ്ടു രാജ്യങ്ങൾ അതല്ലെങ്കിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷമായിട്ടല്ല, ലോക സമാധാനത്തെയും ലോക വിപണിയെയും പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നു. ഇതിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു കാണുന്നത് ഇസ്രയേൽ അമേരിക്ക ഇറാൻ സംഘർഷം അതിപ്പോൾ സാധാരണക്കാരുടെ, ഇന്ത്യയിലെ കേരളത്തിലെ വീട്ടമ്മമാരുടെ അടുക്കളയിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നു. LPG സിലിണ്ടറുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. ഇതിനൊക്കെ തന്നെ കാരണം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തുന്ന നിയന്ത്രണം തന്നെയാണ്. മറുഭാഗത്ത് GCC രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ആക്രമണം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, അമേരിക്ക അകമ്പടി നൽകി കപ്പലുകളെയും ചരക്ക് ഗതാഗതത്തെയും സുഗമമായി ഹോർമുസ് കടത്തിവിടുമെന്ന് പറയുന്നു. എന്നാൽ ആ മുന്നറിയിപ്പിനെ ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് കടലിടുക്കിൽ മൈനുകൾ വിതറാൻ കപ്പലുകൾ പായിച്ചു ഇറാൻ. 16 പടക്കപ്പലുകളാണ് കടലിൽ അമേരിക്കൻ സൈന്യം മുക്കിയിരിക്കുന്നത്. ആകാശാക്രമണത്തിൻ്റെ, വ്യോമാക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം സെൻട്രൽ കമാൻഡ്, അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തു വിട്ടിരിക്കുന്നു. അടുത്ത ലക്ഷ്യം മുസ്തഫയുടെ തലയെടുക്കാതെ പിന്നോട്ടില്ല എന്ന ട്രംപിൻ്റെ വെല്ലുവിളിയും, പുതിയ പരമോന്നത നേതാവിൻ്റെ തല കടലിൽ വീണുരുളുന്ന കാലം വിദൂരമല്ല എന്നുള്ള ഭീഷണി കൂടിയാണ് അമേരിക്ക നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിച്ച ഇറാന്റെ 16 പടക്കപ്പലുകളെ ആക്രമിച്ച് തകർത്തുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കടലിനടിയിൽ മൈനുകൾ സ്ഥാപിക്കാൻ വേണ്ടി എത്തിയ കപ്പലുകളെയാണ് തങ്ങൾ ആക്രമിച്ചതെന്നാണ് അമേരിക്ക പറയുന്നത്. നശിപ്പിച്ചതിൽ 1-ലധികം ഇറാൻ നാവിക കപ്പലുകൾ ഉണ്ടായിരുന്നുവെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഈ കപ്പലുകളെ തകർക്കുന്നതും ഈ ഓപ്പറേഷൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അടക്കം അവരുടെ X പേജിലൂടെ പുറത്തുവിടുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ മൈനുകളും ഉടനടി നീക്കം ചെയ്യണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉത്തരവ്. നേരത്തെ തന്നെ ഇറാൻ ഈ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മൈനുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ സൈനിക പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്നു. പിറകെയാണ് ഇറാൻ കപ്പലുകൾ തകർത്തത്. മാർച്ച് 10 ഹോർമുസ് കടലിടുക്കിന് സമീപത്ത് മൈൻ നിക്ഷേപിക്കുന്ന 16 കപ്പലുകളും നിരവധി ഇറാനിയൻ നാവിക കപ്പലുകളുമൊക്കെ ഉണ്ടായിരുന്നു. ഇവയെ നശിപ്പിച്ചുവെന്നാണ് സെൻട്രൽ കമാൻഡ് പറയുന്നത്. രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് തന്നെ ഭീഷണിയാകുന്ന രീതിയിലാണ് ഇറാന്റെ സൈനിക നീക്കം. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ വിശദീകരണം. കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്നതിനെതിരെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമൊക്കെ കർശന മുന്നറിയിപ്പായിരുന്നു ട്രംപ് ഇതിനു മുൻപ് ഇറാന് നൽകിയത്. പക്ഷേ അതൊന്നും തന്നെ ചെവിക്കൊണ്ടില്ല. ആ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ, ഇറാന്റെ നാവികശേഷിയെ തന്നെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് അമേരിക്ക ഈ നടപടിയിലേക്ക് കടന്നത്. മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഹോർമുസ് കടലിടുക്കിൽ മൈൻ നിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും തങ്ങൾ തകർക്കുക എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാനെതിരെ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായി ഇതിനെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് ഇത് പറഞ്ഞതിന് തൊട്ട് പുറകെയാണ് ഇറാൻ കപ്പലുകൾക്ക് കടുത്ത ആക്രമണം നേരിടേണ്ടി വന്നത്. എത്രയും വേഗം മൈനുകൾ എടുത്തു മാറ്റണമെന്നും ഇല്ലെങ്കിൽ സമാനതകളില്ലാത്ത സൈനിക നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും നിങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഹോർമുസിൽ ഇറാൻ മൈനുകൾ സ്ഥാപിച്ചെങ്കിൽ അവ അടിയന്തരമായി നീക്കം ചെയ്തിരിക്കണം. അവ സ്ഥാപിക്കുകയോ നീക്കം ചെയ്യാതിരിക്കുകയോ ചെയ്താൽ ഇനി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ, മുൻപൊന്നും തന്നെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ കടുത്ത സൈനിക പ്രത്യാഘാതങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. മൈനുകൾ അവർ നീക്കം ചെയ്യുകയാണെങ്കിൽ അത് ശരിയായൊരു നടപടിയായി നോക്കിക്കാണുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 2 പേരെ ചൂണ്ടിക്കാട്ടിയാണ് ഈ റിപ്പോർട്ട് പറഞ്ഞത്. അതുകൂടാതെ തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം അത് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങൾക്കും. അത് തടഞ്ഞാൽ മുൻ ആക്രമണത്തെ അപേക്ഷിച്ച് 20 മടങ്ങ് കനത്ത പ്രഹരം നാം നൽകും എന്നാണ് സൂചിപ്പിച്ചത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ ഖമനേയി സമാധാനത്തോടെ ജീവിക്കില്ല എന്നും ട്രംപിന്റെ ഭീഷണിയുണ്ട്. മിയാമിയിലെ ഗോൾഫ് ക്ലബിൽ റിപ്പബ്ലിക്കൻ നിയമസഭാ അംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യത്തിലാണ് യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കേണ്ടത് അമേരിക്കയല്ല, ഇറാനാണ്. ഇപ്പോൾ ഈ മേഖലയുടെ ഭാവി തന്നെ തീരുമാനിക്കുക. IRGCയുടെയും ഇറാൻ സേനയുടെയും കൈകളിലാണ് നിലവിൽ ഈ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഇറാന്റെ വാദം. ആ സാഹചര്യത്തിൽ കൂടിയാണ് കനത്ത പ്രഹരം നൽകാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. മേഖലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് സംഭവവികാസങ്ങളെ മാറ്റിമറിക്കുകയാണ് കാര്യങ്ങൾ. ലോകരാഷ്ട്രങ്ങൾ, ലോകരാജ്യങ്ങൾ ഒന്നടങ്കം
ഉറ്റുനോക്കുന്നു പശ്ചിമേഷ്യയിലേക്ക്. അന്താരാഷ്ട്ര വിപണിയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക്, ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പോലും തച്ചു തകർക്കുന്ന തരത്തിലേക്ക് ഈ സംഘർഷം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കയാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. യുദ്ധം ആരംഭിച്ച അന്നു മുതൽ ഇന്ന് വരെ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ IRGC വലിയ തോതിൽ തന്നെ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. പുതിയ നേതാവായി ഇറാനിൽ ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ട് പിറകെ തന്നെ അയാൾക്കിനി സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖമനയുടെ രണ്ടാമത്തെ മകനെ തന്നെ ഇറാന്റെ നേതാവായി തിരഞ്ഞെടുത്തതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് ട്രംപ് പ്രകടിപ്പിച്ചത്. ഇറാനിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരുന്ന ഒരു നേതാവിനെയാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് പറഞ്ഞത്. ഖമനയുടെ നയങ്ങൾ തുടരുന്ന ഒരാളെ നിയമിക്കുന്നത് 5 വർഷത്തിനുള്ളിൽ അമേരിക്കയെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഘട്ടത്തിൽ ഇറാന് നേരെ നടത്തിയ അമേരിക്ക-ഇസ്രയേൽ സംയുക്ത ആക്രമണത്തിന്റെ വിശദാംശങ്ങളും അമേരിക്ക പുറത്തുവിട്ട് കഴിഞ്ഞു. അമേരിക്കൻ സെൻട്രൽ കമാൻഡാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഫെബ്രുവരി 28 പുലർച്ചെ 1:15 ഇറാനുമേൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചത്. ഇറാനിലെ 5000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിൽ തങ്ങൾ ആക്രമണം നടത്തിയതായി സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. മേഖലയിൽ അടിയന്തര ഭീഷണിയാകുന്ന കേന്ദ്രങ്ങളെ മുൻഗണനാക്രമത്തിൽ തകർക്കാനായിരുന്നു സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. നാവിക രംഗത്താണ് ഇറാൻ ഏറ്റവും വലിയ പ്രഹരം നേരിട്ടത്. അമേരിക്ക നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഇതുവരെ 50-ലധികം ഇറാനിയൻ കപ്പലുകൾ തകർന്നു, അതല്ലെങ്കിൽ ഭാഗികമായി നശിപ്പിക്കപ്പെട്ടു. ഇറാൻ നാവികസേനയുടെ കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും പുറമെ കപ്പലുകളെ തകർക്കാൻ ശേഷിയുള്ള ആന്റി ഷിപ്പ് മിസൈൽ സെറ്റുകളും അമേരിക്കൻ സേന ലക്ഷ്യമിട്ടിരുന്നു. അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെയും ബോംബറുകളുടെയും വൻ നിര തന്നെയാണ് ഈ ദൗത്യത്തിന് വേണ്ടി അമേരിക്ക അണിനിരത്തിയത്. സൂപ്പർസോണിക് ബോംബറായിട്ടുള്ള B-1 വ്യോമ പ്രതിരോധ ഭേദിക്കാൻ കഴിവുള്ള സ്റ്റെൽത്ത് ബോംബറായിട്ടുള്ള B-2 സ്പിരിറ്റ്, തന്ത്രപ്രധാനമായിട്ടുള്ള ബോംബാക്രമണം നടത്തിയ മിസൈൽ ആക്രമണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ദീർഘദൂര ഹെവി ബോംബറായിട്ടുള്ള B-52 എന്നിവയൊക്കെ തന്നെ കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളും F-22, F-35 തുടങ്ങിയവയും F-15, F-16, F-18 യുദ്ധവിമാനങ്ങളുമൊക്കെ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. കരയിലുള്ള ടാങ്കുകളെയും മറ്റും തകർക്കുന്ന A-10 അറ്റാക്ക് ജെറ്റുകളും നിരീക്ഷണത്തിനും ആക്രമണങ്ങൾക്കുമായി ഒരുപാട് ഡ്രോണുകളും മറ്റുമൊക്കെ തന്നെ നിലവിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കടലിലെ നാവിക നീക്കങ്ങൾക്ക് വേണ്ടി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനവാഹിനി കപ്പലുകളും ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഒക്കെ തന്നെ കൃത്യമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.